പറയാം. നമസ്കാരം. നമസ്കാരം. ഇന്ന് ഈ സിറോ മലബാർ സഭയുടെ അൽമായ ഫോറം സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അതായത് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം സുരേഷ് ഗോപി റീൽസ് ഹീറോ ആകരുത്, അദ്ദേഹത്തിന് ക്രൈസ്തവ സമൂഹത്തിന്റെയും ന്യൂനപക്ഷങ്ങളുടെയും കാര്യമായ വോട്ട് കൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം ജയിച്ചത്. തൃശ്ശൂരിന് വേണ്ടി കേന്ദ്ര ബജറ്റിൽ ഒന്നും ഉണ്ടായില്ല, റെയിൽവേ വികസനത്തിന് വേണ്ടി ഒന്നും ഉണ്ടായില്ല, ടൂറിസം പദ്ധതികൾ ഉണ്ടായില്ല, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി ആ ബജറ്റിൽ ഒന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ സിറോ മലബാർ സഭ അൽമായ ഫോറം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് സാറിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സുരേഷ് ഗോപിയെ ഈ ബജറ്റിന് ശേഷം സുരേഷ് ഗോപിയെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. സുരേഷ് ഗോപി കാരണമാണ് കേരളത്തിനൊന്നും കിട്ടാതെ പോയത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ഒരു രീതിയിലുള്ള അറ്റാക്ക്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഈ ബഡ്ജറ്റ് വായിച്ചിട്ടുണ്ടോ? അതാണ് ആദ്യം ചോദിക്കാനുള്ളത്. 2,62,000 കോടിയാണ് ഈ കൊല്ലത്തെ റെയിൽവേ ബഡ്ജറ്റ്. അത് കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും 20,000 കോടി കൂടുതലാണ്. അതിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻ മെട്രോന് വേണ്ടിയിട്ടാണ്. 15,000 കോടിയാണ് മെട്രോന് വേണ്ടി അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദേശത്തിലുള്ള കുറേ മെട്രോകൾ, അതിൽ മുംബൈ മെട്രോ ഇല്ലാണ്ട്, മുംബൈ മെട്രോ മാറ്റി അതിന് സെപ്പറേറ്റ് ബഡ്ജറ്റാണ് അതിനുള്ളത്. ബാക്കി എല്ലാ മെട്രോനും കൂടിയിട്ട് 15,000 കോടിയാണ് വെച്ചേക്കുന്നത്. ഒരു കാര്യം നമ്മൾ മറക്കരുത്, ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റാണ്. ഇവർ ഈ പറഞ്ഞ ആൾക്കാർ ഒരൊറ്റ ആളും ഈ ബഡ്ജറ്റ് വായിച്ചിട്ടില്ല. 100% ആണ്. ഞാനൊരു എക്സാമ്പിൾ തരാം. മാധ്യമങ്ങളിൽ വന്നത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അത്രയേ ഉള്ളൂ അവർക്ക്. ഞാൻ പറയുന്നത് ഇവരടുത്ത് എത്ര ചോദിക്കുന്നുണ്ട്. 2013-14 റെയിൽവേയുടെ ബഡ്ജറ്റ് എത്രയായിരുന്നു? ഞാനത് വായിച്ച് കേൾപ്പിക്കാം. എന്താ പറയുക, അത് നമ്മുടെ ആൾക്കാർ അറിഞ്ഞിരിക്കണം. എന്താണ് അതിൻ്റെ ഉള്ള മെയിൻ ആയിട്ടുള്ള അന്നത്തെ ബഡ്ജറ്റ് എത്രയായിരുന്നു, ഇന്നത്തെ ബഡ്ജറ്റ് എത്രയാണ്? അന്ന് ബഡ്ജറ്റ് ഉണ്ടായിരുന്നത് ഒരു 20,000 കോടിയായിരുന്നു ക്യാപെക്സ്, റെയിൽവേക്കുള്ള ബഡ്ജറ്റ്. ഇന്നത് 2,62,000 കോടിയാണ് 10 കൊല്ലത്തിൽ. ഈ കൊല്ലം അതിലൊരു മേജർ എക്സ്പെൻഡിച്ചർ ചിലവാക്കാൻ പോകുന്നത് 2-3 സെക്ടറിലാണ്. ഒന്ന് സേഫ്റ്റി, കവച് എന്നൊരു സാധനമുണ്ട്. അത് നമ്മുടെ അവിടെ സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ, ഞാൻ താമസിക്കുന്ന ഹൈദരാബാദിൽ, അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്തു. എന്നാൽ നമ്മൾ കുറേ ആക്സിഡൻറ്റ് ഇപ്പോൾ കാണാറുണ്ട്. ട്രെയിനുകൾ ഒന്നിൻ്റെ പിന്നിൽ ഒന്നായിട്ട് പോകണം. കേരളത്തിൽ ഫോർ എക്സാമ്പിൾ ഒരു വണ്ടിയുടെ പിന്നിൽ ഒരു വണ്ടി 5 മിനിറ്റിലാണ് പോകണത്. അപ്പോൾ നമ്മുടെ അവിടെ ട്രാക്ക് ട്രിപ്പിൾ ചെയ്യാനുള്ള ഫെസിലിറ്റി ഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറേ കഷ്ടപ്പെട്ടു, കുറേ കാലെടുത്തു. തിരുവനന്തപുരം, ദാറ്റ് ഈസ് ഷൊർണൂർ തിരുവനന്തപുരം റൂട്ട് ആവട്ടെ, ഷൊർണൂർ മംഗലാപുരം റൂട്ട് ആവട്ടെ, ഈ ഡബിളിംഗ് ഓഫ് ട്രാക്സ്, നമ്മുടെ അടുത്ത് സ്ഥലമില്ലല്ലോ, ഈ ഡബിളിംഗ് ഓഫ് ട്രാക്സ് നടക്കുന്നില്ല. അപ്പോൾ അതാണ് മെയിനായിട്ടൊരു പ്രോബ്ലം. അപ്പോൾ നമ്മുടെ നാട്ടിൽ മെട്രോ വേണം എന്ന് പറയുമ്പോൾ മെട്രോൻ്റെ എന്താണ് ഒരു മെയിൻ, ഇപ്പോഴാണ് കൊച്ചി മെട്രോ 100,000 ആൾക്കാരെ ഡെയിലി ക്യാരി ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പോഴും നഷ്ടത്തിലേ ഓടും മെട്രോ. ബിക്കോസ് മിനിമം ഒരു 5 ലക്ഷം പേര് ട്രാവൽ ചെയ്തില്ലെങ്കിൽ കൊച്ചി മെട്രോ നഷ്ടത്തിലേ ഓടുള്ളൂ. അതൊരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് അതിനെ പറ്റിയിട്ട്. 3 ലക്ഷം മിനിമം വേണം. അതിനുള്ള കപ്പാസിറ്റി ഇല്ല അവിടെ. അതിനുള്ള കമ്പ്യൂട്ടർ ബേസ് ഇല്ല. മുംബൈ മാറിയല്ല, മുംബൈ നഗരത്തിൽ നിങ്ങൾ എത്ര ട്രെയിൻ ആഡ് ചെയ്താലും തിരക്കുണ്ടാവും. അത്ര ആൾക്കാരാണ് ട്രാവൽ ചെയ്യുക അവിടുത്തെ ട്രെയിനിൽ. പക്ഷെ നമ്മുടെ നാട്ടിൽ അതല്ല ക്വസ്റ്റ്യൻ. ഇപ്പം നാളെ ആലുവയിൽ നിന്ന് അവിടുന്ന് ട്രെയിൻ മെട്രോ എക്സ്റ്റെൻഡ് ചെയ്ത് തൃശ്ശൂർക്ക് വന്ന 3-4 മിനിറ്റ് 5 മിനിറ്റിലൂടെ ഓടുന്ന മെട്രോയിൽ എത്ര പേര് കയറും? നമുക്കത് കണ്ടറിയണം. അപ്പോൾ ശരി, അതിൻ്റെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് വരാണ്ട് മെട്രോ വെറുതെ ഇങ്ങനെ അനൗൺസ് ചെയ്യല്ല ചെയ്യുക. ഇതിന് ആദ്യം ഒരു സ്റ്റഡി നടത്തും. ആ സ്റ്റഡി നടത്തി അതിൻ്റെ മേലെ പാസഞ്ചർ ലോഡ് ഡിറ്റർമൈൻ ചെയ്യും. എന്തായിരിക്കും അതിൻ്റെ പാസഞ്ചർ ലോഡ്? ആ ലോഡിൻ്റെ മേലെയാണ് ഒരു പ്രൈവറ്റ് സെക്ടർ, ഇപ്പോൾ ഗവൺമെൻറ് എല്ലാം മെട്രോന് കാശ് ചെലവാക്കണം. ഇവർ ആദ്യം അത് മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഹൈദരാബാദ് മെട്രോൻ്റെ 85-90% അതിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നത് L&T മെട്രോ ആണ്, അല്ലാണ്ട് സർക്കാരല്ല. ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു 5,000 കോടി 15,000 കോടി ഇറക്കിയിരുന്നു. അതെങ്ങനെയാണെന്ന് സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഈ റൂട്ടിൽ കൂടെ അതൊരു 10-15 കൊല്ലം നടന്നതാണത്. ഇന്ന് ഹൈദരാബാദ് മെട്രോയിൽ ഡെയിലി ട്രാവൽ ചെയ്യുന്ന പാസഞ്ചർ കപ്പാസിറ്റി 5,50,000 പേരാണ്. 5,50,000. നമ്മൾ ഈ റെയിൽവേ ബഡ്ജറ്റ് ഒന്നും, പണ്ട് റെയിൽവേ ബഡ്ജറ്റ് സെപ്പറേറ്റ് ബഡ്ജറ്റ് ആയിരുന്നു. ഇപ്പോൾ റെയിൽവേ ബഡ്ജറ്റ് സെപ്പറേറ്റ് ബഡ്ജറ്റ് അല്ല, ഈ യൂണിയൻ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ തന്നെ വരും. ഇവരാരും അത് വായിച്ചിട്ടില്ല. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് അലോക്കേറ്റ് ചെയ്ത ബഡ്ജറ്റ് ഉണ്ടല്ലോ, അത് നടക്കുന്നുണ്ടല്ലോ. അതിൻ്റെ റീഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടല്ലോ. അതെന്താ നോക്കാത്തത്? പിന്നെ ഒരു പറഞ്ഞ ടൂറിസം സർക്യൂട്ട്. നമ്മുടെ നാട്ടിൽ ടൂറിസം സർക്യൂട്ട് എവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? സ്ഥലം കിട്ടുമോ? ഒരു 3ാമത്തെ ട്രാക്ക് ഇടാനുള്ള സ്ഥലം നമ്മുടെ അവിടെ ഉണ്ടോ? ഇല്ല. നമ്മുടെ അവിടെ വണ്ടികൾ ഓടുന്നതിന് ഒന്നിൻ്റെ പിന്നിൽ ഒന്നായിട്ട് ഓടുന്നത്. അതാണ് ഈ കവച് എന്ന ഡിവൈസിന് വളരെ ഇമ്പോർട്ടൻസ്.
ഈ കൊല്ലം ഓൾമോസ്റ്റ് ഒരു 5000 to 6000 കിലോമീറ്റർ വരെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉണ്ട്. കോടികളാണ് ഒരു കിലോമീറ്റർ ചെലവാക്കേണ്ടത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. കവച് എന്ന സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്ന, 2 ട്രെയിനുകൾ ഒരു ട്രാക്കുമ്പോൾ വരുമ്പോൾ തന്നെ നിൽക്കും, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റെയിൽവേ എഞ്ചിൻ ഡ്രൈവർമാർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓരോന്ന് ഇഞ്ചിൻ ഫേസ് ചെയ്യുമ്പോൾ, ഒരു ഇഞ്ചിൻ ഒരു ഫേസ് ചെയ്യുമ്പോൾ, ഞാൻ അതിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹൈദരാബാദിൻ്റെ അടുത്ത് ഒരു 2 കൊല്ലം മുമ്പ് അശ്വിനി വൈഷ്ണവ് വന്ന ഒരു എക്സ്പെരിമെന്റ് നടത്തിയിരുന്നു. ഞാൻ അതിൽ ഒരു ട്രെയിനിലുണ്ടായിരുന്നു. പ്രസിന്റെ എല്ലാവരും മീഡിയ, ബാക്കി ഒരു ട്രെയിനിൽ റെയിൽവേ ഒഫീഷ്യൽസും അശ്വിനി വൈഷ്ണവുമാണ്. ഈ 2 വണ്ടിയും 120 കിലോമീറ്റർ സ്പീഡിൽ വന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് ശരിക്കും ഒരു 300 മീറ്റർ മുമ്പ് തന്നെ നിന്നു. അതാണ് ഈ കവച് എന്ന സിസ്റ്റം. നമുക്ക് അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് ഡിബേറ്റ് നമുക്ക് നടത്തേണ്ടതാണ്. പക്ഷെ അതല്ല അതിന്റെ മെയിൻ ഡിബേറ്റ്. നമ്മുടെ ഇന്നത്തെ ഡിബേറ്റ് എന്താണ്, ബഡ്ജറ്റിൽ എന്താ ഉള്ളത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ ആൾക്കാർ ബഡ്ജറ്റിനെ പറ്റി വായിച്ചു, ന്യൂനപക്ഷങ്ങൾക്കൊന്നുമില്ല, ബാക്കിയുള്ള പാവപ്പെട്ടവർക്കൊന്നും, ഇവരാരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഈ ബഡ്ജറ്റിനെ പറ്റിയിട്ട്? ഇതിൽ സ്കിൽ ഡെവലപ്മെന്റ് ഈ പ്രാവശ്യം ബഡ്ജറ്റിൽ നോക്കേണ്ട ഏറ്റവും പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിനെയാണ് കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരാജയമാണ്, അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു, ഒന്നും വാങ്ങിച്ചെടുക്കാൻ പറ്റിയില്ല എന്ന് ആഘോഷപൂർവ്വം അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ട്രോളുകൾ ഇറങ്ങുന്നു. അല്ല, എന്താ അങ്ങനെ അദ്ദേഹത്തിനെതിരെ കൊണ്ടുവരേണ്ടതെന്ന് പറയുന്നു. ആരെങ്കിലും പറഞ്ഞാൽ നന്നായിരിക്കും. എന്താ കൊണ്ടുവരേണ്ടത് സുരേഷ് ഗോപി? കോടികൾ വാരിക്കൊണ്ടെന്ന് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? എന്ത് ബഡ്ജറ്റ് വായിക്കുക ആദ്യം. ബഡ്ജറ്റിലുള്ള പ്രൊവിഷൻ, അത് സുരേഷ് ഗോപി എന്നാണ് ചോദിച്ചത്. എവിടെ എന്താ ചെറുപ്പക്കാരില്ലേ? സ്കിൽ ഡെവലപ്മെന്റ്, ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് എത്ര കോടിക്കണക്കിന് റുപ്യാണ് ഗവൺമെന്റ് ചെലവാക്കാൻ പോണേ ഈ കൊല്ലം? 500 ടോപ്പ് ഇന്ത്യൻ കമ്പനീസിലെ ഇന്റേൺഷിപ്പിന് ഗവൺമെന്റാണ് കാശ് കൊടുക്കാൻ പോണത്. അതേമാതിരി ജോലി കിട്ടുന്ന ആൾക്കാർക്ക് PF, ഫസ്റ്റ് 2 കൊല്ലത്തെ PF ഗവൺമെന്റ് ആണ് എംപ്ലോയീസിന് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ കേരളത്തിൽ കമ്പനികളൊന്നും ഇല്ല, എല്ലാത്തിനും അടിച്ചു ഓടിച്ചില്ലേ അവിടുന്ന്. അതിൽ എൻ്റെ മാതിരിയുള്ള ആൾക്കാരൊക്കെ ഹൈദരാബാദിൽ വന്ന് ജോലി എടുക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ഡെവലപ്മെന്റ് വരണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി വെറും സുരേഷ് ഗോപിയെ കളിയാക്കിയിട്ട് കാര്യമില്ല. ഇവരുടെ ഇതിനു മുമ്പ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നു, അന്ന് എന്താ ചെയ്തത്? അന്ന് അവിടെ എത്ര ഡെവലപ്മെന്റ് നടന്നു? അതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ ഈ കർഷകർക്ക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഇതിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റ്. ആരെങ്കിലും വായിച്ചു? ഒരാളും വായിച്ചിട്ടില്ല. വെറുതെ കണ്ടത് മീഡിയയിൽ വരണത്, അത് സ്പെഷ്യലി മലയാളം മീഡിയയിൽ. ഞാൻ ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ, എക്കണോമിക് ടൈംസ് എടുത്ത് നോക്കി, എന്ത് നല്ല ക്ലിയർ ഡിസ്ക്രിപ്ഷൻ അറിയുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് സബ്ജക്ട് വൈസ്. ബിക്കോസ് ഇതിന്റെ ബഡ്ജറ്റിന്റെ 2-3 ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ ഡോക്യുമെന്റ്സ് അനാലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴാണ് ലൈവായിട്ട് ഒരു പ്രസ് കോൺഫറൻസ് നടക്കുന്നുണ്ട് അശ്വിനി വൈഷ്ണവിന്റെ. ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ അത് കണ്ടിരിക്കുകയായിരുന്നു. അതാണ് നമ്മൾ അറിയേണ്ടത്. ബഡ്ജറ്റിൽ എന്താ ഉള്ളത് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഡീറ്റെയിൽസ് പുറത്തേക്ക് വരിക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്റേൺഷിപ്പിനെ പറ്റി പറഞ്ഞു, അത് പോട്ടെ. ഈ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി അത് വേറെ ഒന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് സുരേഷ് ഗോപി ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അടുത്ത് നാട്ടിലാരും മത്സ്യത്തിൻ്റെ ബിസിനസ് ആരും ചെയ്യണില്ലേ? ചെയ്യണ്ടല്ലോ. അപ്പൊ ഇതൊന്നും നോക്കാണ്ട് വെറുതെ സുരേഷ് ഗോപി ഞങ്ങൾ കുറെ അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്തു, സുരേഷ് ഗോപി ഒന്നും ചെയ്തില്ല. എന്ത് ചെയ്യാനുള്ളത്? സുരേഷ് ഗോപി അല്ല ഫൈനാൻസ് മിനിസ്റ്റർ. ഒരു തൃശ്ശൂരിന് മാത്രമായിട്ട് ബഡ്ജറ്റ്. ഞാൻ തൃശ്ശൂരുകാരനാണ്, ഞാൻ കരുവന്നൂരിൽ നിന്നാണ്. എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ കരുവന്നൂർ എന്ന് തന്നെ പണ്ടത്തെ മാതിരി പറയേണ്ട ആവശ്യമില്ല, അപ്പൊ എല്ലാവർക്കും അറിയാം. ഞാൻ കരുവന്നൂരിൽ നിന്നാണ്, എൻ്റെ അമ്മ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ തൃശ്ശൂരുകാർക്ക് കോരി കൊടുക്കുക എന്നല്ല. ബഡ്ജറ്റിൽ നമുക്ക് എന്താണ് അലക്കേറ്റ് ചെയ്തേക്കുന്നത് അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എത്ര കാശ് വരണത്. വെറുതെ സ്കീം അനൗൺസ് ചെയ്തിട്ട് കാര്യമില്ല. 10 സ്കീം അനൗൺസ് ചെയ്യാം. ഇപ്പോഴത്തെ റെയിൽവേ ബഡ്ജറ്റ്, ഇപ്പോഴത്തെ യൂണിയൻ ബഡ്ജറ്റിൽ സ്കീം അനൗൺസ് ചെയ്യുന്ന പരിപാടികളില്ല. ഒരു ബ്രോഡ് ഔട്ട്ലേ കൊടുക്കും. 15,000 കോടി, 20,000 കോടി, 1,00,000 കോടി. അതിന്റെ ഉള്ളിൽ മിനിസ്ട്രിക്ക് അലോട്ട്മെന്റ്. ഈ പ്രാവശ്യത്തെ മിനിസ്ട്രി അലോട്ട്മെന്റ്സ് കണ്ടിട്ടുണ്ട്? ബ്രേക്കപ്പ് നോക്കിയിട്ടുണ്ട് ആരെങ്കിലും? ജൽജീവൻ മിഷനിൽ എത്ര കാശ കൊടുത്തേക്കണെന്ന്? അതല്ലാണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന 1 കോടി വീടുകളെ പണിയാൻ പോണത്. ആരെങ്കിലും വായിച്ചോ അത്? ഇല്ലല്ലോ, അത് വായിച്ചില്ല. അത് കേരളത്തിൽ വീടുകൾ ഉണ്ടാവില്ലേ? പാവപ്പെട്ടവർക്ക് എല്ലാ വീടുകളും കൊടുക്കാൻ പോകുന്നു. ഇത് ആരും വായിക്കുന്നത്? ഇതൊക്കെ ഇത് വായിക്കാണ്ട് വെറുതെ പാവപ്പെട്ടവർക്ക് കൊടുത്ത് സുരേഷ് ഗോപി എല്ലാ വീടുകളും എടുത്തു കൊണ്ടിരുന്നത്. അത് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വരാൻ പോണ വീടുകളിൽ എത്ര കേരളത്തിൽ നിന്ന് വരുന്നുണ്ട് അത് നമ്മൾ നോക്കണം. അതിന്റെ ഏറ്റവും വലിയ കണ്ടീഷൻ എന്താണ്? എവിടത്തെ സർക്കാർ സ്ഥലം കൊടുക്കണം. പാവപ്പെട്ടവർക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് അവിടെ വീട് പണിത് കൊടുക്കും. അത് ത്രൂ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, അല്ലാണ്ട് മോദി വന്ന് വീട് പണിയാൻ പോണില്ല. അത് പിണറായി വിജയൻ തന്നെ ക്രെഡിറ്റ് കിട്ടാൻ പോണത്. പക്ഷെ നമ്മൾ കണ്ടില്ല ലൈഫ് മിഷനിൽ എന്താ ഉണ്ടായെന്നുള്ള പരിപാടികൾ. അതേ കലപരിപാടി പിന്നെയും തുടങ്ങും അവിടെ നാട്ടിൽ. സോ ഈ ഇവിടുത്തെ ഈ മീഡിയക്കാരുടെ അടുത്ത് എൻ്റെ അടുത്ത് എനിക്ക് ഒന്നേ ചോദിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇന്നലെ ഞാൻ അവിടുത്തെ ഒരു നമ്പർ 1 ചാനൽ എന്ന് പറഞ്ഞ ചാനലിന്റെ ഒരു പ്രോഗ്രാം കണ്ട് ശരിക്കും ചിരിച്ചുപോയി. ഈ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്ന ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കോരി എടുത്തു കൊടുത്തു കാശ് ഗവൺമെന്റ്. എന്താ ചെയ്തത്? ആരെങ്കിലും വായിച്ചു? അത് 15,000 കോടി കൊടുത്തത് ആന്ധ്രാപ്രദേശിന് അമരാവതി എന്ന് പറഞ്ഞാൽ അവരുടെ തലസ്ഥാനം പണിയാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഫണ്ട്
AP റീഓർഗനൈസേഷൻ ആക്ടിലുണ്ട്. ഈ ആക്ട് എഴുതി വെച്ചത് കോൺഗ്രസ്സുകാരാ, അതുകൊണ്ട് BJP അല്ല. ആ ആക്ടിൽ പറഞ്ഞാണ് ഞങ്ങൾ നിങ്ങൾക്ക് 20,000 തൊട്ട് 25,000 കോടി തരാം ഒരു പുതിയ തലസ്ഥാനം പണിയാൻ. പക്ഷെ 10 കൊല്ലമായിട്ട് ആന്ധ്രയിൽ അടിയായിരുന്നു ചന്ദ്രബാബു നായിഡുവും ജഗൻ തമ്മിൽ. അത് കാരണം തലസ്ഥാനം എവിടെയാ വേണ്ടതെന്നുള്ള അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഫൈനലായിട്ട് ഇപ്പോ ചന്ദ്രബാബു നായിഡു ഡിസൈഡ് കൊണ്ടുവന്ന അമരാവതി പദ്ധതി അദ്ദേഹം അമരാവതിയിലെ പണി നിർത്തിവെച്ചു. 3 ആക്കാനുള്ള പ്രോജക്റ്റാണ് പിന്നെ അദ്ദേഹം കേന്ദ്രത്തിലേക്ക് സമർപ്പിച്ചത് ഈ ജഗൻമോഹൻ റെഡ്ഡി. അതാണ്. അപ്പോൾ ആ 15,000 കോടിയാണ് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ 10 കൊല്ലം മുമ്പ് കൊടുക്കേണ്ട 15,000 ഈ കൊല്ലം കൊടുത്തു. അതും എങ്ങനെയാ? ഗവൺമെന്റ് ഫണ്ടിൽ നിന്നല്ല. അതും ഇവർ വായിച്ചിട്ടില്ല, ഒരാളും വായിക്കില്ല. ഇറ്റ് വിൽ ബി ഗിവൺ ത്രൂ മൾട്ടിലാറ്ററൽ ഫണ്ടിങ് ഏജൻസീസ്. അതിന്റെ സർക്കാർ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കൊടുക്കണില്ല. അവർ പറഞ്ഞ ഞങ്ങൾ നിങ്ങൾക്ക് മൾട്ടിലാറ്ററൽ ഫണ്ടിങ്, അത് ഏതാ, ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫൈനാൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള ലോൺ ആയിരിക്കും, അതെടുത്തിട്ട് നിങ്ങൾക്ക് വായ്പയായിട്ട് നിങ്ങൾക്ക് 15,000 കോടി തരാം. അതാണ് ബീഹാറിൽ ചെയ്തേക്കണത്. അല്ലാണ്ട് സർക്കാരിന്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുന്നില്ല. ഒന്നുണ്ട്, യെസ്, സർക്കാർ അതിന് ഗ്യാരണ്ടി നിൽക്കും. ഈ ഗവൺമെന്റ് ആരെങ്കിലും കാശ് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ തരാം. പക്ഷെ അതുവരെ വായ്പ തിരിച്ചടയ്ക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അപ്പോഴത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഈ 15,000 കോടി നായിഡു ഒരു കൊല്ലത്ത് ചെലവാക്കാൻ പോകില്ല. അത് 5 കൊല്ലം എടുക്കുക അത് ചെലവാക്കാൻ. അവിടെ റോഡ് പണിയണം, അവിടുത്തെ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് ഇടണം, അവിടെ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം, അവിടെ സ്റ്റേറ്റ് ഹൈവേസ് ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്യണം. സിറ്റിയുടെ ഒരു പുതിയ തലസ്ഥാനം. ഞാൻ റായ്പൂരിൽ പോയിരുന്നു ഒരു 10 കൊല്ലം മുമ്പ്. ഛത്തീസ്ഗഡ് പണി കഴിഞ്ഞിട്ട് ഛത്തീസ്ഗഡ് പുതിയൊരു ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ് ആയിട്ട് ഫോം ചെയ്തപ്പോൾ അവിടെ എന്താണ് സംസ്ഥാനത്ത് അവിടെ നടന്ന ഡെവലപ്മെന്റ് കാണുന്നത് തന്നെയാണ്. ആ പുതിയ ക്യാപിറ്റൽ സൂപ്പർ, വളരെ നന്നായിട്ട് പണിതിട്ടുണ്ട്. കാശ് കോടികൾ ചെലവാക്കിയില്ല. അതാണ് ചെയ്യണത്. എവിടെയും ബീഹാറിന് കൊടുത്തു. എന്ത് കൊടുത്തു ബീഹാറിന്? അവിടെ വന്ന വെള്ളപ്പൊക്കത്തിന് റിലീഫ് ഫണ്ട് കൊടുത്തു. അത് NDRF വരുന്ന റിലീഫ് ഫണ്ടാണ്. അത് ഒരു വലിയ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് വരുന്നതാണ്, നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് വരുന്നതാണ്. അതുപോട്ടെ, ടൂറിസ്റ്റ് സർക്യൂട്ട്. ഈ ടൂറിസ്റ്റ് സർക്യൂട്ട് ഇതിനു മുമ്പ് 3 ബഡ്ജറ്റ് മുമ്പ് അനൗൺസ് ചെയ്തതാണ്. കഴിഞ്ഞ ലാലു പ്രസാദ് യാദവിന്റെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തതാണ്. അന്നും നടന്നില്ല. അത് ഈ ടൂറിസ്റ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ബീഹാറിന്റെ ഉള്ളിൽ കിടന്ന് ഓടുകയല്ല വണ്ടി. ടൂറിസം ബീഹാറിലേക്ക് വരുന്ന റെയിൽവേ സർക്യൂട്ട് എന്നാണ് പറയുന്നത്. അത് കൊടുത്തില്ല, അത് ബജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവരുടെ ആരോപണം. എനിക്ക് ഇവർ പറഞ്ഞുതരാമോ കേരളത്തിലെ ടൂറിസ്റ്റ് സർക്യൂട്ട് എവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? എവിടെ റെയിൽവേ ട്രാക്ക് ഇടാൻ പറ്റും? പുതിയ റെയിൽവേ ട്രാക്ക് ഇടാൻ ഒരു റൂട്ട് കാണിച്ചു തരും. ശരി, അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം, അവിടേക്ക് റെയിൽവേ ട്രാക്ക് ഉണ്ടല്ലോ ഓൾറെഡി. ടൂറിസ്റ്റ് സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഇല്ലാത്ത സ്ഥലത്ത്, അവിടേക്ക് ഗയ ആയാലും ഈ ബുദ്ധിസ്റ്റ് സർക്യൂട്ട്, ഇത്ര ബുദ്ധിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയൊരു ബിസിനസ്സാണ്. ശ്രീലങ്കയിൽ നിന്നായാലും തായ്ലൻഡിൽ നിന്നായാലും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് കുറേ പേര് വരുന്നുണ്ട്. അവിടെ എല്ലാ സ്ഥലത്തും എയർപോർട്ട് ഇല്ല. ചില സ്ഥലത്തേക്ക് ട്രെയിൻ സർക്യൂട്ട് ഉപയോഗിക്കേണ്ടി വരും. അതാണ് ഇവർ പറയേണ്ടത്. നിങ്ങൾ നാളെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നമുക്ക് ശരി തൃശ്ശൂർ കൾച്ചറൽ ക്യാപിറ്റൽ, ഞാൻ പറഞ്ഞ എൻ്റെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂർ നമുക്കൊരു കൾച്ചറൽ ക്യാപിറ്റൽ ആക്കണം. ഈ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടെ ഒരു തൃശ്ശൂർ ഒരു 10 ഏക്കർ സ്ഥലം തരാൻ പറ്റുമോ? ആ സ്റ്റേഷന്റെ അടുത്തായിട്ട് പറ്റില്ല. അവരോട് സ്ഥലമില്ല. അവർ പറയും ഞങ്ങളുടെ സ്ഥലമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളാം എന്ന് പറയും. ഇതാണ് പ്രോബ്ലം. ഈ ഹൈദരാബാദിൽ സിക്കന്ദരാബാദ് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യേണ്ട 3 വലിയ സ്റ്റേഷനാണ്. സിക്കന്ദരാബാദിന് 4 ബറോള്ളത്. അതാണ് പുതിയ സ്റ്റേഷനുകൾ. അവിടെ എന്താ 50 ഏക്കർ 100 ഏക്കറൊക്കെ കൊടുത്തിട്ടാണ് സ്ഥലങ്ങൾ പണിയുന്നത്, പുതിയ സ്റ്റേഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട് സാർ. ഈ ബഡ്ജറ്റിൽ വന്ന അനൗൺസ്മെന്റ് ആദ്യം ഇവരിരുന്ന് വായിക്കട്ടെ. ബഡ്ജറ്റ് ഡോക്യുമെന്റ് വെറുതെ മാധ്യമത്തിൽ വന്ന ഓരോ റിപ്പോർട്ട് എടുത്തിട്ടല്ല പറയേണ്ടത്. ഓരോ ഡെവലപ്മെന്റ് സ്കീം, സെൻട്രൽ ഗവൺമെന്റ് സ്കീം 17-18% അതിൽ നിന്ന് എത്ര ശതമാനം കേരളത്തിന് വരും? ബിക്കോസ് ഞാൻ ഒരു എക്സാമ്പിൾ തരാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഫിഷറീസ് ഡെവലപ്മെന്റ് ഒരു ബഡ്ജറ്റ് അലൊക്കേറ്റ് ചെയ്യും. ആ ബഡ്ജറ്റിൽ വരുന്ന കാശ് എത്ര കേരളത്തിന് വരുന്ന ഇവിടുത്തെ ഒരു MP പറയാൻ പറ്റുമോ? ഒരു MP പറയട്ടെ. സുരേഷ് ഗോപിയെ വിടുമോ നിങ്ങൾ? സുരേഷ് ഗോപി എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടി വാരുമല്ലോ ഈ മാധ്യമങ്ങളുടെ അവിടുത്തെ. സുരേഷ് ഗോപി വിട്ട് ബാക്കി ഏതെങ്കിലും ഒരു MP കേരളത്തിലേക്ക് വരാൻ പോകുന്ന ഈ റെയിൽവേയിലെ 2,60,000 കോടി ബഡ്ജറ്റിൽ, യൂണിയൻ ബഡ്ജറ്റിൽ റെയിൽവേക്ക് കൊടുത്ത് എത്ര ആ കാശ്, എത്ര റെയിൽവേയുടെ കാശ് കേരളത്തിന് വരുന്നത് ഇവരാരെങ്കിലും വായിച്ചു നോക്കിയോ? ഇല്ല. ബിക്കോസ് ഇന്നാണ് അതിന്റെ അനൗൺസ്മെന്റ് വരുന്നത്. ഇന്നാണ് അശ്വിനി വൈഷ്ണവ് അതിന്റെ പ്രസ് കോൺഫറൻസ് നടത്തുന്നത്. അതിനു മുമ്പ് ഇവരെടുത്ത് ചാടി കേരളത്തിലേക്ക് മെട്രോ ഒന്നും ഇല്ല, കേരളത്തിൽ കോച്ച് പുതിയ വന്ദേ ഭാരത് കോച്ചിന് നല്ല ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം. അത് 2-3 കോച്ച് ഫാക്ടറീസിലെ പണിയാൻ പോണേ. പെരമ്പൂർ മാത്രമല്ല. ഇത് ഇവര് വായിക്കാണ്ട് വെറുതെ എടുത്ത് ചാട്. ആന്ധ്രാപ്രദേശിന് കാശ് കൊടുത്തു, ബീഹാറിന് കാശ് കൊടുത്തു, കസേര രക്ഷിക്കാൻ വേണ്ടി ചെയ്താണ്. എന്ത് കസേര? അയ്യോ, ഇവർക്ക് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്താണെന്ന് അവിടുത്തെ മാധ്യമങ്ങൾക്ക് അറിഞ്ഞൂടെ? കേരളത്തിൽ അതൊരു അഗ്രിമെന്റ് ആണ്. യൂണിയൻ ഗവൺമെന്റും തെലങ്കാന ഗവൺമെന്റും ആന്ധ്ര ഗവൺമെന്റും കൂടി സൈൻ ചെയ്തൊരു അഗ്രിമെന്റ് ആണ് 11 കൊല്ലം മുമ്പ്. അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ മാതിരി അവിടെ
അങ്ങനത്തെ കുറെ കാശുകൾ അവർക്ക് കൊടുക്കാണ്ട്. പോലാവരം പ്രോജക്റ്റ് അവിടുത്തെ വലിയൊരു ഇറിഗേഷൻ പ്രോജക്റ്റാണ്. അതൊരു നാഷണൽ പ്രോജക്റ്റാണ്. അത് ഇന്ന് വരെ അത് നാഷണൽ പ്രോജക്റ്റ് ആക്കാൻ പറ്റിയില്ല. എന്താണ്? ഈ ജഗനും നായിഡും തമ്മിൽ അടിയാറ്. ഇപ്പൊ അതിന് നാഷണൽ പ്രോജക്ട് സ്റ്റേറ്റസ് കൊടുത്തു. അതിൻ്റെ അർത്ഥം 90% ഫണ്ടിങ്, ചിലപ്പോൾ 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിൽ കുറെ ദേശത്ത് കുറെ പ്രോജക്റ്റ് ഉണ്ടല്ലോ, കുറെ സ്റ്റേറ്റിൽ അങ്ങനത്തെ പ്രോജക്ട്സ് ഉണ്ടല്ലോ. ഇത് ആദ്യം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന അവിടുത്തെ മാധ്യമങ്ങൾ, അവിടുത്തെ എക്കണോമിക് എക്സ്പേർട്സിനെ വിളിച്ചിരുത്തി ബഡ്ജറ്റിന്റെ ഒരു ത്രെഡ് ബെയർ അനാലിസിസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, ഓരോരോ ലൈൻ വായിച്ചു നോക്കും. നിങ്ങൾക്കൊരു ഒരു മിനിമം 2 ആഴ്ച എടുക്കും ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ ബഡ്ജറ്റ് വായിച്ചുണ്ടാക്കാൻ പറ്റും. എന്നിട്ട് പറയൂ കേരളത്തിന് എത്ര കാശ് വരുന്നുണ്ട്. നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇവർ ഈ പറഞ്ഞ ആദ്യത്തെ സെന്റൻസ് ഉണ്ട്, അതായത് തൃശൂർ MP സുരേഷ് ഗോപി, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രിയാണ്, അദ്ദേഹം റീൽസ് ഹീറോ മാത്രമാകരുത്, റീൽസുകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളായി മാത്രമാകരുത് എന്നാണ് സിറോ മലബാർ സഭ അൽമായ സഭയുടെ ആരോപണം. അതിനെ കുറിച്ചുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഞാനിപ്പോ ഈ പറഞ്ഞ സിറോ മലബാർ സഭ അവർ പറയണ എനിക്ക് ഞാൻ കടക്കുന്നില്ല ആ ഡിബേറ്റിലേക്ക്. ഇപ്പൊ നമ്മളതിൽ കടന്നു കഴിഞ്ഞാൽ അത് വേറെ ഡിബേറ്റ് ആയിരിക്കും. പിന്നെ അത് കമ്മ്യൂണൽ ആവും, സെക്യുലർ അല്ല എന്ന് പറയും. നാളെ ഇപ്പൊ NSSകാരോ അല്ലെങ്കിൽ SNDPക്കാരോ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ എന്ത് പറയും? ഞങ്ങളുടെ അവിടുത്തെ എറണാകുളത്തെ MP ഒന്നും ചെയ്ത് ഇതിനു മുമ്പ് 10 കൊല്ലം കോൺഗ്രസ്സുകാരല്ല ഭരിച്ചിരുന്നത്. അന്ന് ഈ പ്രശ്നം ആരെങ്കിലും ചോദിച്ചിരുന്നോ? അന്ന് ഒരു MP-യുടെ അടുത്ത് 19 MP ഉണ്ടല്ലോ ഇവിടെ നിന്നുള്ളത്, കേരളത്തിൽ നിന്നുള്ളത്. അതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ, 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസിന്റെ MP-മാരും CPM-ന്റെ MP-മാരും. അന്ന് എന്താ ഇവരാരും ചോദിക്കാണ്ടിരുന്നത്? അന്നെന്താണ് തൃശ്ശൂർ സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യാണ്ടിരുന്നത്? അന്നെന്താണ് ഷൊർണൂർ സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യാണ്ടിരുന്നത്? അന്നെന്താണ് റെയിൽവേ ട്രാക്ക് ട്രിപ്പിൾ ചെയ്യാൻ? അതിനകത്ത് 3 ട്രാക്ക് ഇടാൻ ഇപ്പൊ 2 ട്രാക്കിനെ പറഞ്ഞാൽ കഷ്ടം. ഇത് ഈ ഓരോ റിലീജിയസ് ഓർഗനൈസേഷൻ അവരെ പണി ചെയ്യണം. അല്ലാണ്ട് അവർ ബാക്കി ഇല്ലാത്തതിൽ എടുത്ത് ചാടരുത്. ഈ പൊളിറ്റിക്കൽ ബാറ്റിൽ പൊളിറ്റീഷ്യൻസിന് വിടുക, അവര് കളിച്ചോളും. കാരണം ഇതിലേക്ക് നമ്മൾ ഈ പറഞ്ഞാൽ ഇന്ന് ഇവരെടുത്ത് ചടഞ്ഞ് നാളെ വേറെ ആരെങ്കിലും എടുത്ത് ചാടും, പിന്നെ 3ാമത്തെ ഒരാൾ വരും, പിന്നെ കംപ്ലീറ്റ് കൊളാവും. അവര് പണിയെടുക്കട്ടെ. അങ്ങേരിപ്പോ ഒരു MP ആയിട്ടേ ഉള്ളൂ, 2 മാസമായിട്ടുള്ളൂ. നിങ്ങൾ എത്ര കൊല്ലായിട്ട് നിങ്ങളൊന്നും വായ തുറന്നാലും ചോദിച്ചില്ലല്ലോ. ഇനി അങ്ങേര് പണി ചെയ്തിട്ട് കാണിക്കട്ടെ. ഒരു കൊല്ലം സമയം കൊടുക്കും അങ്ങേർക്ക്. എന്നിട്ട് പിന്നെ നിങ്ങൾ ചോദിക്കും, ഇന്നലെ വന്ന ആള് നാളെ തൊട്ട് മെട്രോ ഓടുന്നതിന് എങ്ങനെ ഓടും? എവിടെ ലോ ഫ്ലോർ ബസ്സസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ സർക്കാർ? യൂണിയൻ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുത്ത എന്ത് പറ്റിയ ബസ്? എവിടെ പോയ ബസ്സൊക്കെ? എന്തായാലും ചോദിക്കാത്തത്? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം ഉപയോഗിക്കും നിങ്ങൾ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. നമുക്ക് പറയാനുള്ള ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. സമയം കൊടുക്കും, എല്ലാത്തിനും സമയമുണ്ട്. ബഡ്ജറ്റ് വായിച്ചു നോക്കൂ. എന്നിട്ട് ഇത് 7 മാസത്തെ ബഡ്ജറ്റാണ്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ഇത് 7 മാസത്തെ ബഡ്ജറ്റാണ്. നമ്മൾ ഓൾറെഡി ജൂലൈയിൽ എത്തിക്കഴിഞ്ഞു. അടുത്ത ഫെബ്രുവരിയിൽ അടുത്ത ബഡ്ജറ്റ് വരും. അത് ഓർമ്മിക്കണം. ഇത് മറ്റു കൊല്ലത്തിന്റെ ബഡ്ജറ്റ് ഇതിനു മുമ്പ് വോട്ട് ഓൺ അക്കൗണ്ട് ആയിരുന്നു ഈ 4 മാസം 5 മാസത്തേക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ കാരണം. അപ്പൊ 7 മാസത്തെ ബഡ്ജറ്റ് നമ്മൾ ചെലവാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി വർത്തമാനം പറഞ്ഞാൽ പിന്നെ അതിൽ കാര്യമുണ്ട്. ഒരു കൊല്ലത്തെ ബഡ്ജറ്റ് അല്ല ഇത് 7 മാസത്തേക്ക് വന്നിട്ട് കാശാണ് കൊടുത്തേക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.